മൊബൈൽ ഫോൺ സ്ക്രീൻ ടൈം കുറക്കാനായിട്ട് ഞാൻ ലാസ്റ്റ് വീക്ക് ചെയ്തൊരു എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. എക്സ്പെരിമെന്റ് ഇതാണ്: ഒരു ദിവസം മാക്സിമം 1 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിപ്പോ എന്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വെറുതെ റീൽസ് ആണാനായിക്കോട്ടെ, ഒരു ദിവസം 1 മണിക്കൂർ മാക്സിമം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്യുന്ന റീസൺ, എന്റെ ഫോണിൽ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഒരാവശ്യത്തിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഞാൻ ഏകദേശം 1.25 to 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതെനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ എക്സ്പെരിമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് 4 ദിവസം, അഥവാ സൺഡേ ടു വെനസ്ഡേ എന്ത് ചെയ്ത് കട്ടൊക്കെ അടിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അപ്പൊ തന്നെ സ്ക്രീൻ ടൈം നോക്കിയിട്ട് എത്ര മിനിറ്റ് ആയി 1 മണിക്കൂറായോ അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കട്ടൊക്കെ പിടിച്ചിരുന്നു. 4 ദിവസം സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഈ 4 ദിവസം ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഈ 4 ദിവസം എങ്ങനെയെങ്കിലും ഇൻസ്റ്റാഗ്രാം 1 മണിക്കൂർ യൂസ് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഗോളിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. വേറെ പ്രൈവറ്റുള്ള കാര്യത്തിലൊന്നും ഫോക്കസ് ചെയ്തില്ല. അതാണ് ഞാൻ മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ 5-ാം ദിവസം ഞാൻ 1 മണിക്കൂർ കൂടുതൽ യൂസ് ചെയ്തു. എക്സ്പെരിമെന്റിന് ചെറുതായിട്ട് ഞാൻ തോറ്റ്. അന്ന് ഞാനിരുന്ന് ആലോചിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്ക്രീൻ ടൈം കുറക്കാനായിട്ട്. അന്ന് എനിക്കിട്ടൊരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി ടീം ബിൽഡിങ്, അഥവാ നമ്മൾ ഓരോ ദിവസവും പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ സ്ക്രീൻ ടൈം കുറക്കാൻ പറ്റും. അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രീൻ ടൈം കുറക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്ന സമയത്ത് ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്ന റീൽസ് ആണ്, എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാൻ, അല്ലെങ്കിൽ ആ മെസ്സേജിന് റിപ്ലൈസ് കൊടുക്കാൻ. എന്നാലും ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? ഇങ്ങനത്തെ കുറെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് എനിക്ക് കിട്ടി. അതൊക്കെ കിട്ടി. അങ്ങനെ 2 ദിവസം, ലാസ്റ്റ് 2 ദിവസം 1 മണിക്കൂർ യൂസ് ചെയ്തില്ല. എന്നാലും ഈ ഒരു കോട്ടില്ലേ, ഇതേപോലെ എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പഠിക്കാൻ പറ്റി: ഫോക്കസിന്റെ ഇമ്പോർട്ടൻസ്. അതിപ്പോ ചെറിയ കാര്യം ആയിക്കോട്ടെ, വലിയ കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഡിഫറെന്റ് ആയിക്കോളും. അഥവാ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അത് ഞാൻ പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ല. ഇതാണ് 1 വീക്കിൽ കിട്ടിയത്. 1 വീക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് 1 വീക്കിൽ നമ്മളെ എക്സ്പെരിമെന്റിന്റെ ഒരു ഫീഡ്ബാക്ക്. ഇതേപോലത്തെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഈ വീക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.